വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു വീഡിയോ ജസ്റ്റ് കുറെ ഉദ്യോഗാർത്ഥികൾ സംശയത്തോടെ ചോദിച്ച റൂമറാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും കൂടിയാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പെട്ടെന്ന് തീർക്കാം. അതായത് റെയിൽവേയുടെ ക്വസ്റ്റ്യൻ ഔട്ടായി, അല്ലെങ്കിൽ എന്തോ പ്രശ്നം സംഭവിച്ചു, നമ്മുടെ എക്സാംസ്, അതായത് RRBയുടെ ഈ വരാൻ പോകുന്ന എക്സാംസുകളെല്ലാം മീൻസ് ക്യാൻസൽ ചെയ്യുമോ, നിർത്തുമോ എന്നൊക്കെയുള്ള കുറെ ഡൗട്ട്സുകൾ കുറെ പേര് ചോദിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ടു ഹാൻഡിൽ പ്രൊമോഷൻസ് എക്സാംസ് ആഫ്റ്റർ പേപ്പർ ലീക്ക് സ്കാൻഡൽ എന്നും പറഞ്ഞിട്ടൊരു വാർത്ത. ഇത് ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്തയാണ്. എല്ലാ TV മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് പ്രൊമോഷൻ എക്സാംസ്, പ്രൊമോഷൻ എക്സാംസിന്റെ പേപ്പർ ലീക്കായെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. വലിയ ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ടു ഹാൻഡിൽ പ്രൊമോഷൻസ് എക്സാംസ് ആഫ്റ്റർ പേപ്പർ ലീക്ക് സ്കാൻഡൽ. After a major paper leak cases, the Railway Ministry has handed over all promotion exams to RRB, ensure centralized, fair and corruption-free selection process. ഇങ്ങനൊരു വാർത്ത നിങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടവരാണ് ചോദിച്ചത്. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. The Railway Ministry has decided to centralize all departmental promotion exams, handing over the responsibility to the Railway Recruitment Board, RRB. This move comes after CBI arrested 26 railway officials in Uttar Pradesh, Mughal Sarai for allegedly leaking exam process. During raids, authorities also recovered Rs 1.17 crores in cash. Until now, the zonal and divisional railway officers conducted these exams independently, but reports of corruption and cheating have been increasing. The railway board, after a high-level meeting, announced that the future promotion exams would be conducted through the computer-based test CBT. അത് ഇത്രേ ഉള്ളൂ. ഇത് പലരും കൊട്ടിക്കോശി നടന്നതേ ഉള്ളൂ. അതായത് റെയിൽവേയുടെ ഇന്റേണൽ ആയിട്ട് നടന്ന പ്രൊമോഷൻ എക്സാംസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിക്കുകയും അല്ലെങ്കിൽ പേപ്പർ ലീക്ക് ആക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ ഇതാണ് പൈസ പിടിക്കുകയും, അല്ലെ, 1,17,00,000 രൂപ കണ്ടെത്തുകയും അവരെയൊക്കെ 26 ഒഫീഷ്യൽസിനെ, അതില് എല്ലാ കാറ്റഗറിയിലുള്ളവരും ഉണ്ട്. അതായത് ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ അവിടുത്തെ മറ്റു മാനേജേഴ്സ് ഉൾപ്പെടെ പലരെയും എന്ത് ചെയ്തു, അറസ്റ്റ് 26 പേരോളം അറസ്റ്റ് ചെയ്തു. ആ ഒരു കേസാണ്. നിങ്ങള് ഇപ്പം റെയിൽവേ ടീച്ചറിന് പഠിക്കാൻ തുടങ്ങിയവരോ, RRB ടീച്ചർ എക്സാമിന് പഠിക്കാൻ തുടങ്ങിയവരോ, അല്ലെങ്കിൽ RRBയുടെ ഇപ്പൊ ഗ്രൂപ്പ് ഡി എക്സാമിന് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളവരോ, മറ്റ് എക്സാമിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ച് തല ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് ഇന്റേണൽ നടന്നൊരു കാര്യമാണ്. അത് അവർ സോൾവ് ചെയ്യും. ഇത് നമുക്കിപ്പോ വരാൻ പോകുന്ന മറ്റ് എക്സാമുകളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ഓർക്കുക. അപ്പം നെഗറ്റീവ് അടിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് പഠിക്കുക. പിന്നെ RRB ഗ്രൂപ്പ് ഡിക്കാർക്ക് ചെറിയൊരു ഇഷ്യൂസ് വരുന്നുണ്ട്. അത് നമുക്ക് ഈ മാസം 28-ാം തീയതി അറിയാം. ഇപ്പൊ ഒരു സിറ്റിംഗ്സ് ഡൽഹി ഹൈക്കോടതി സിറ്റിംഗ്സ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണും. ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 10th അതുപോലെ തന്നെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ IT-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ്. അതായത് ഗ്രൂപ്പ് ഡിക്ക് 10ാം ക്ലാസ്സുകാരെ വേണമോ, IT-ക്കാരെ വേണമോ, അല്ലെങ്കിൽ IT-ക്കാരെ മാത്രം ടെക്നിക്കലിന് പരിഗണിച്ചാൽ മതി, നോൺ ടെക്നിക്കലിന് 10ാം ക്ലാസ്സുകാരെ പരിഗണിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു ഇഷ്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് റെയിൽവേ കൃത്യമായിട്ട് മറുപടിയും കൊടുക്കുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇതിന് ശേഷം ചെയ്തു തരാം. എന്താണെന്നുള്ളത് കറക്റ്റ് കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്തായാലും എന്ത് ചെയ്യുക, ഈ നെഗറ്റീവുകളിലൊന്നും തലവെച്ച് കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, തുറന്നുകൊണ്ടിരിക്കുന്ന പഠനം ഇപ്പൊ ഉള്ളതിനേക്കാളും ഉഷാറായിട്ട് മുന്നോട്ട് പഠിക്കാനായിട്ട് പോവുക. ഇതൊക്കെ ഇതിന്റെ ഇടയിൽ വന്ന് സംഭവിക്കുന്ന ഓരോ ചെറിയ കേസസ് ആണ്. അതൊക്കെ നടന്നോളും കേട്ടോ. അപ്പൊ ഇത് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ദയവായിട്ട് എന്ത് ചെയ്യുക, പഠനം തുടങ്ങിയവര്, ഇനി പഠിക്കാൻ തുടങ്ങുന്നവര് ഒക്കെ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക.
എന്തെങ്കിലും ഉണ്ടോ, എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മെയിനായിട്ട് ടീച്ചിങ് ലെവൽ എക്സാംസ് ആണ്. പിന്നെ മറ്റു പല എക്സാംസുകൾ നമ്മളിലൂടെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലൂടെ വളരെ സത്യസന്ധതയോടെ അറിയിക്കുന്നതായിരിക്കും. അതാത് സമയങ്ങളിൽ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചാനൽ അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കി വെക്കുക, കമന്റ് സെക്ഷനിലൂടെ സംശയങ്ങൾ ചോദിക്കാം, ഫോൺ വിളിച്ച് ചോദിക്കാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നിലവിൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന RRB ടീച്ചർ കോഴ്സിന് വേണ്ടിയിട്ടുള്ള അതായത് PRT അതുപോലെ തന്നെ TGT അതുപോലെ തന്നെ PGT എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 599 ആണ്. എല്ലാ കോഴ്സിനും കൂടി only 599 50% ഓഫറോട് കൂടി നൽകുന്നു. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസിന്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിന് 999 ആണ്, 50% ഓഫറോട് കൂടി 999 ആണ്. അതുപോലെ LPUP ലോങ് ടേം, അതുപോലെ തന്നെ HSA ജനറലിന്റെ ബാച്ച് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം 50% ഓഫർ നിങ്ങൾക്ക് ഈ മാസം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ തരുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ 7736750473 എന്ന് പറയുന്ന ഈ നമ്പറിൽ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, അഡ്മിഷൻ എടുക്കുന്നതിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു ജോലിയിലേക്ക് കയറാനായിട്ടുള്ള ശ്രമം നടത്തുക. അതിനുള്ള എല്ലാ രീതിയിലുള്ള പോസ്റ്റുകളെ കുറിച്ചും നോട്ടിഫിക്കേഷനെ കുറിച്ചും മറ്റ് സംശയങ്ങൾ എല്ലാത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.